ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്തവണ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ട കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ഈ 2 മാസക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ജനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു സംശയം വേണ്ട, ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ച് 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോയി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും. നിങ്ങൾക്കറിയാം, ഇന്നലകളിൽ കാണാത്ത വലിയ ആവേശമാണ് മതന്യൂനപക്ഷങ്ങളിൽ ഇന്ന് നമുക്ക് അനുകൂലമായിട്ട് കാണുന്നത്. അവർ ശരിയും തെറ്റും തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് മതന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം വേദനയും വെച്ചുകൊണ്ട് ജീവിക്കുന്നവർ, ഇടതുപക്ഷം മാത്രമാണ് അവരുടെ ശക്തി, ഇടതുപക്ഷം മാത്രമാണ് അവരുടെ അത്താണി പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇത്തരുണത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ രാജ്യസ്നേഹികളാണ്. ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന് അവർ ജനങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. ഈ 26-ന് നിങ്ങളെല്ലാം പോളിംഗ് ബൂത്തിൽ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ വരെ ഇന്ന് വരെ പ്രവർത്തിച്ചതുപോലെ ഈ 2 ദിവസക്കാലവും അതിശക്തമായി പ്രവർത്തിച്ച് നമ്മുടെ വിജയം ഒരു ചരിത്ര വിജയമാക്കിയിട്ട് ഇനി ആരും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മത്സരിക്കാൻ പോലും വരാത്ത രീതിയിലുള്ള ആവേശപൂർണമായ സ്വീകരണങ്ങളിലേക്ക് വാങ്ങിക്കൊണ്ട് ഈ വഴിത്താരകളിലൂടെ അധ്വാനവർഗത്തിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അദ്ദേഹത്തെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ശക്തിക്ക് കഴിയും. ആയതിനാൽ കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ശക്തികൾ ഇന്ത്യൻ മണ്ണിൽ ഭീമഴയായി പെയ്യുമ്പോൾ ശബ്ദമാകാൻ, ഇടതുപക്ഷത്തിന്റെ ശബ്ദമാകാൻ, ഇടതുപക്ഷത്തിന്റെ ശബ്ദമില്ല.